എനിക്ക് ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും പറ്റില്ല എന്ന് വളരെ നന്നായിട്ട് അറിയാം. നാറണ്ടെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് അനുസരിച്ചു. അല്ലെങ്കിൽ ഇന്നത്തെ രാത്രി എല്ലാവർക്കും പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കേണ്ടി വരും. എന്താ ചേട്ടാ? ഞാൻ ചേടി, നീ പോലീസിനെ വിളിക്കേ. ആ വിളിക്കും. അയ്യോ വേണ്ട മോളെ, വേണ്ട. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി തരാം. ഇനി ഈ വീട്ടില് ഒരു വഴക്കുണ്ടാവാൻ പാടില്ല, അതെന്തിന്റെ പേരിലാണെങ്കിലും. ആരെങ്കിലും കാണുമോ നമ്മളെ? ആരും കാണില്ല, ധൈര്യമായിട്ടിരിക്കും. ഇത്തവണ അടിയുടെ ചൂടെന്താണെന്ന് അവനറിയണം. സ്വാമിയാണ് അത്ര, സ്വാമി. പറ്റിക്കുന്നതിന് അതിരില്ലേ, കാണിച്ചു കൊടുക്കാം നമ്മൾ അവൻ ആരാണെന്ന്. വരുന്നുണ്ട്. നോക്കടാ, വല്ല ഉണ്ടോ നോക്ക്. നീ ആ ഫോണോട് വാടാ. ഹലോ, ഓപ്പറേഷൻ സക്സസ്. സ്വാമിയെ കണ്ടു, കൊടുക്കാനുള്ളത് കൊടുക്കുകയും ചെയ്തു. അയാളുടെ ഫോണും പേഴ്സും ഒക്കെ ഇപ്പൊ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇന്നത്തെ കാലത്ത് ഫോൺ കിട്ടിയാൽ എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് സാറിന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. സ്വാമിയുടെ ഭൂതവും ഭാവിയും ഒക്കെ ഇനി നമ്മൾ മനസ്സിലാക്കും. സ്വാമിക്ക് പരിക്കൊന്നുമില്ലല്ലോ അല്ലേ? അതൊന്നും ഞങ്ങൾക്കറിയില്ല. അടിച്ച് പദം വരുത്തിയിട്ടുണ്ട്. എസ്റ്റേറ്റിൽ വെച്ച് ഞങ്ങൾക്ക് തന്നത് പലിശ സഹിതം തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ജീവൻ എന്തെങ്കിലും അപകടം? ചത്തിട്ടില്ല. നിങ്ങളാണ് ആക്രമിച്ചതെന്ന് സ്വാമിക്ക് മനസ്സിലായോ? അതിനുള്ള അവസരം എന്തായാലും സ്വാമിക്ക് കിട്ടിയിട്ടില്ല. മുഖത്ത് തുണിയിട്ട് അടിച്ചത്. അതുകൊണ്ട് ഞങ്ങളുടെ മുഖം പോലും സ്വാമി കണ്ടിട്ടുണ്ടാവില്ല. ആ ഫോൺ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കണം. പരിശോധിക്കാം. നാളെ രാവിലെ തന്നെ സാർ വന്നോളൂ, നമുക്കത് ചെയ്യാം. ഞാൻ വരാം. അല്ലെങ്കിൽ സ്വാമി സിം ബ്ലോക്ക് ചെയ്യും. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും. അങ്ങനെ ചെയ്ത ഫോൺ പ്രവർത്തിപ്പിച്ച അപ്പോൾ അവർക്കത് അറിയാൻ പറ്റും. അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ നമുക്കിപ്പോ തന്നെ കാണാം സാർ. വേണ്ട, നേരം വിളിക്കട്ടെ, ഞാൻ വിളിച്ചോളാം. ശരി സാർ. സ്വാമിക്ക് ജീവൻ അപകടമൊന്നും സംഭവിച്ചു കാണില്ലല്ലോ അല്ലേ? സംഭവിച്ചാൽ സംഭവിക്കും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് പോയി നോക്കണോ നമുക്ക്? മണ്ടത്തരം പറയല്ലേ.
ഇനി അവിടെ ചെല്ലുന്നത് അപകടമാണ്. നമ്മളൊന്നും അറിഞ്ഞിട്ടുമില്ല കേട്ടിട്ടുമില്ല. അങ്ങനെ വേണം നമ്മളിനെ നിൽക്കാൻ. പോലീസിൽ പരാതി കൊടുക്കാൻ സ്വാമി തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊടുത്താ കുടുങ്ങുന്നത് സ്വാമി തന്നെയായിരിക്കും. ഡബിൾ റോൾ ആണല്ലോ. അത് പൊളിഞ്ഞാലോ? പിന്നെന്ത് പേടിക്കാൻ? നാളെ നേരം വെളുക്കുമ്പോൾ സ്വാമിയുടെ തനി നിറം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നീ വാ. ചപ്പാത്തി ഇതുവരെ ആയില്ലേ? കറിയൊന്നുമില്ലേ? ആ ഉണ്ട്. അതെടുത്തോണ്ട് വരാൻ ഇനി ഞാൻ പ്രത്യേകിച്ച് പറയണോ? ഞാനിപ്പോ കൊണ്ടുവരാം. അതെ, ചൂടാക്കി കൊണ്ടുവരണം. എനിക്ക് വളിച്ചതും പൊടിച്ചതൊന്നും ഇഷ്ടമല്ല. ഇതെന്തേത്? പച്ചക്കറിയോ? ചപ്പാത്തിക്ക് എനിക്ക് ചിക്കൻ മസ്റ്റാ. ഇന്നിവിടെ നോണൊന്നും ഉണ്ടാക്കിയില്ല. എന്നാ ഇനി ഉണ്ടാക്കണം. ഒരു ദിവസം വറുത്തതാണെങ്കിൽ അടുത്ത ദിവസം കറി വെച്ചത്, അതിനടുത്ത ദിവസം ഗ്രിൽ ചെയ്തത്. ഉണ്ടാക്കി തരാം. എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നെ? ഇനി വിളമ്പിത്തരാൻ അടുത്ത വീട്ടിൽ നാളെ വരണോ? എന്ത് തോന്നുന്നു ഇപ്പൊ? ചന്ദ്രല്ലേ കഴിക്കുന്നത്? ചന്ദ്രമോളല്ലേ അഭിപ്രായം പറയേണ്ടത്. ഭക്ഷണത്തെക്കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. ഭക്ഷണം പരമ ബോറ, മായി വെക്കാൻ കൊള്ളില്ല. ഞാൻ ചോദിച്ചതേ, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമ്പോ എന്ത് തോന്നുന്ന? എനിക്കൊന്നും തോന്നുന്നില്ല. എനിക്കറിയാം മോളി കാണിക്കുന്നതൊക്കെ അഭിനയമാണെന്ന്. ഞങ്ങളെ പറ്റിക്കണം. അതിനുവേണ്ടിയാ ഈ ദേഷ്യം എടുത്തു ചാട്ടമൊക്കെ. സത്യത്തിൽ മോളുടെ ആഗ്രഹം നടക്കുക ചെയ്തത്. സിദ്ധുവിനെ മോൾക്ക് മാത്രമായിട്ട് കിട്ടിയല്ലോ. അതെങ്ങനെ കിട്ടി? എന്റെ ബുദ്ധി കൊണ്ട് കിട്ടി. ആരും തളികയിൽ വെച്ച് കൊണ്ടു തന്നതൊന്നും അല്ലല്ലോ. അഭിനയാണത്ര. ഒന്നുമല്ല, എന്റെ യഥാർത്ഥ സ്വഭാവം ഞാനിപ്പോ കാണിച്ചത്. ഇനി അത് കാണാനിരിക്കുന്നതേ ഉള്ളൂ. ചെയ്യുന്നത് ശരിയാണെന്ന് ചന്ദ്രയ്ക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാ ചെയ്യുന്നതും.